ഞൊടിയിലേ നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ട്രിപ്പ്. ഫുൾ നാടൻ വൈബടിച്ച് കർണാടക കാട്ടുകളിലൂടെ തെണ്ടി തിരിഞ്ഞൊരു യാത്ര. ഡ്രൈവർ ബാക്കിൽ സഹൽ റൈസ് രണ്ടാൾക്കാരോടെ ജോയിൻ ചെയ്യാണ്ട്. അപ്പോൾ ചിക്മാംഗ്ലൂർ, ദാദാ ഹയാത്ത്, ബാബമല അങ്ങനെ കിടക്കുവാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാം. നമ്മൾ കൊട്ടയിലെത്തി. വയനാട് കഴിഞ്ഞ് ബോർഡറിലുള്ളത്. ഞാൻ ഇവിടെ നൈസായിട്ട് ഫുഡ് ചെയ്യാൻ വേണ്ടി കയറി. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഫുഡ് നൈറ്റ് ഫുഡ്. നല്ല ചൂട്, പൊരിഞ്ഞ ചൂട്. നമ്മളിപ്പോൾ ഉള്ളത് കാട്ടിക്കുളം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ്. കാപ്പി ഉയരം കൂടുന്തോറും കാപ്പിയുടെ സ്വാദ് കൂടും. തേങ്ങ വെറുതെ ഹലോ ഒരു വൈബില്ല സംഭവം, എന്താ അറിയില്ല. ഏതായാലും പറഞ്ഞ് പെട്ട് മുട്ട ഓംലേറ്റ് സെറ്റാ. കർണാടക കുട്ടയിലാണ്. കേരള സ്റ്റേറ്റിന്റെ വണ്ടി വരെ കണ്ടോ പെട്രോൾ അടിക്കാതെ ഡീസലിന് 80 ഉറുപ്പിയുള്ളൂ. ഫുൾ ടാങ്ക് അടിക്കാൻ പോണ ഇത് കർണാടക. കേരളത്തിൽ 97 ഉറുപ്പ്യ തോന്നുന്നുണ്ട്. കേരളവും കർണാടകയും തമ്മിൽ 10. കർണാടകയും ചാമ്പി പോലീസിന്റെ സ്റ്റാമ്പാണ് 500 ഉറുപ്പ്യ. അപ്പോൾ അയാൾക്ക് 1000 ഉറുപ്പ്യണ്ടാണ് അതിൻ്റെ കട വണ്ടി. ഇതിപ്പോൾ നമ്മൾ പോലീസുകാരോട് സംസാരിച്ച് അവസാനം അവർ പോയിക്കോളാൻ പറഞ്ഞു. അതിൽ 1000-ൻ്റെ എടുക്കാനാണ് പറയുന്നത്. നമ്മൾ കട്ടൊക്കെ നിന്ന് അതുകൊണ്ട് പോലും പോയിക്കോളാൻ പറഞ്ഞു. എന്താണ് ഇതൊക്കെ വട പൈസൊക്കെ ഉറങ്ങി നട്ടപ്പാതിര. രാത്രി 3 മണിയായി. എവിടെ എത്തിയ രാമനാഥപുരോ അങ്ങനെയാണ് പറയുന്നത് കർണാടകയിൽ. യെസ് 10 മിനിറ്റ് കൂടി ആയിരുന്നു. 2:50. നല്ല കട്ടൻ അടിക്കുക കേട്ടോ. ചെറിയ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് നിറച്ചു തന്നു പൊരിഞ്ഞ ചൂട്. ഇത് പിടിക്കാൻ പോലും വന്നില്ല. എന്താണ് ആയി സാർ ഇവിടെ നമ്മൾ കർണാടകയിൽ ചിക്മാംഗ്ലൂർ ആയിട്ടുള്ളത്. ഇപ്പോൾ ചിക്മാംഗ്ലൂർ ഫുഡ് കഴിക്കാൻ വേണ്ടി നൈസായിട്ടൊരു കോഫി അടിക്കാൻ വേണ്ടി കരുതാം. അപ്പോൾ ആശാനൊരു വടയും എന്താ ഇഡ്ഡലിയൊക്കെ പറഞ്ഞു. ആകെ പെട്ട് മൂന്നിരിക്കുക. മുഖത്തെ എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല. കോഫി ചെറിയ വിലണ്ട്. കോഫി കുഴപ്പമില്ല, പക്ക കോഫി ടേസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരുപാട് മെനു കേട്ടോ. മെനു ഇതൊക്കെ വായിച്ചോളി. അറിയുന്ന എനിക്കറിയില്ല. കാറ്ററിങ്സ് അവൈലബിൾ. ചട്ടിനൊക്കെ കിട്ടിക്ക്. രണ്ടാമത് ചമ്മന്തി, ഇഡ്ഡലിയും ചമ്മന്തി. കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും അടിപൊളി തേങ്ങ ചമ്മന്തി അപ്പോൾ ഗൈസ് നമ്മൾ ദാദായത്തിലേക്കാണ്. ഓൾ ടീം പവർ. രാജു സാർ, സകൽ സാർ, ഡ്രൈവർ ആണ്. ഡ്രൈവർ സ്പൾബറിന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മുൻപിൽ പോകുന്ന വാഹനത്തിലേക്ക് കൈനീട്ടി സ്പൾബർ കാണും. ദാദാ ഹയാത്തിലേക്കുള്ള യാത്രയിലാണ്. ഇവിടേക്കുള്ള റോഡ് നല്ല വ്യൂ കേട്ടോ. ഈ ഡിസംബർ ജനുവരി കയറി നല്ല കോടയൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ നട്ടുവെച്ച 12 മണിയാക്കി. പക്ഷേ ചെറിയ തണുപ്പുണ്ട്. കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടീംസ് കണ്ടില്ലേ വ്യൂ ആസ്വദിക്കുന്നു. നല്ല ക്ലൈമറ്റ്. ദാദാഹയാത്തിലെത്തി പൊരിഞ്ഞ തിരക്ക്. ആശാൻ പുറത്തിറങ്ങിയതാ ഫുൾ കൺട്രോളിങ്. ഏതാ ഫുൾ സീന്. ഓക്കെ മോനെ, മെയിന് നമുക്ക് വഴി ഉണ്ടാക്കി തന്നുണ്ട്. ഇവിടെ ബ്ലോക്ക് മാറ്റി മോനെ ചെക്കൻ പവർ നോക്കി. ഇവിടെ ഫോൺ അലോഡല്ല, അതുപോലെ ക്യാമറ ഒന്നും അലോഡല്ല. ചെറിയ ഒരാൾക്ക് ഞാൻ നടന്ന് പോവാം. അവിടെ നിന്ന് നമുക്ക് കുറേ സമയം നിൽക്കാനൊന്നും കഴിയില്ല. നല്ല തിരക്കാണുള്ളൂ. കൂടെ ചെറിയൊരു വഴിയുള്ളൂ. അതിലൂടെ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ കാണുമ്പോഴത്തെ
അവസ്ഥകൾ. നമ്മൾ ആകാശത്തി ഗൈസ്. ഇവിടെ ഓഫ് റോഡും ഓൺ റോഡും ഇവിടെയൊക്കെ ബുള്ളറ്റ് ബുള്ളറ്റ് കയറി അവിടെ കിടക്കും. ഈ കുന്നിന്റെ മേലെ ഏറ്റവും ഹൈയിൽ നമ്മളെത്തി ഇല്ലേ? ഇതിന്റെ മേലെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ കുളിക്കാൻ വേണ്ടി പോവാ. വെള്ളച്ചാട്ടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ വെള്ളച്ചാട്ടം ഉണ്ടോ പറഞ്ഞില്ല, പോയി ടോപ്പിലെത്തിട്ടോ, ഹൈ ടോപ്പ്. ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമ്മളെ കേരളത്തിനെ അപേക്ഷിച്ച് ഇവിടെയൊക്കെ ഇപ്പൊ സ്വർഗാണ് ഗൈസ്. ഈ വണ്ടി ഉണ്ടോ ഇതില് ഒരു കട്ടിലും കിടക്കേ അളമാരൊക്കെ ആയിട്ട് വരിക. എന്നിട്ട് ഇത് അങ്ങനെ ഇടയ്ക്കിലൊക്കെ അവിടെ കണ്ടോ സ്റ്റേ അടിച്ചിട്ട് അവിടെ ചട്ടിയും ചെമ്പൊക്കെ വെച്ച് ചോറൊക്കെ ഉണ്ടാക്കി തിന്ന് കൂടി അങ്ങനെ പോകും. ഏതാ വൈബ്. ട്രെക്കിങ് മക്കളെ, മരുഭൂമിയിലേക്കൊന്നും പോകണ്ട. ഇതാണ് ട്രെക്കിങ് മക്കളെ, മരുഭൂമിയിലോ ഒന്നല്ല. റോഡിനെ കേറിയതാ. ഇതൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് ഫുഡ് കഴിക്കാൻ കയറി. ഒരു പൊറാട്ടയ്ക്ക് 20 റുപ്യ. പിന്നെന്താ പുഷ്ക റൈസ്, പിന്നെ ഡാലാണ് ഇവിടുത്തെ മെയിൻ. വല്യൊക്കെ തൂക്കിയിട്ട് ഇഷ്ടമായിരുന്നു. മറ്റേ മിഠായികളൊക്കെ ഉണ്ട്. ഒന്ന് ചെറിയ സാധനങ്ങളെ പീടിക കേട്ടോ. ഫുഡിൻ്റെ വീട് 2 സ്ഥലമുള്ളൂ. അവിടെയൊക്കെ പിന്നെ എന്താ പറയുക, പുഷ്ക റൈസിന് 60 റുപ്യ. ഡയറി സർ ചായ എങ്ങനെയുണ്ട്? Fine, thank you. It's too late. ചെറിയ ഗ്ലാസ് ആണ്. Yes. ഇന്നത് അത്തിപ്പായം നമ്മളാടെയൊക്കെ വെറുതെ വെച്ച സാധനം. എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. ആരും നിന്നല്ല, ഇവിടെ കൂട്ടിയിട്ട് പൈസ വെക്കാനായിരിക്കും. ഫോട്ടോല്ല വീഡിയോ. എന്താ മണത്ത് നോക്കുന്നത്? അതിനെന്താ മണം ഉണ്ടായി? കർണാടക ജാവക്കൽ മക്കാമിലാണ്. അവിടെ നല്ല തിരക്കാട്ടോ. ഇവിടെ പെരുന്നാൾ ഇന്നലെ ആയിരുന്നു. അതിൻ്റെ തിരക്കായിട്ട് ഫുള്ള് മഹാനവറുകൾ വലിയ ആശിഖുർ റസൂലാണ്. നമ്മളെ കൊണ്ടൂർ ഉസ്താദിൻ്റെയൊക്കെ അവിടെ പോയാൽ നമുക്ക് എപ്പോഴും ഭക്ഷണം സംഭവങ്ങളൊക്കെ കിട്ടുന്നത് പോലെ ഇവിടെ എല്ലാ സമയത്തും വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കാൻ. അതേപോലെ നമ്മളെ കേരളത്തിൽ, അതായത് കൊണ്ടൂരൊക്കെ കുറച്ച് ആളുകൾ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ അതിനേക്കാൾ വലിയൊരു ക്രൗഡിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ട്. അവിടെ ആ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ സിയാറത്ത്, അതേപോലെ ഇവിടെ ഇങ്ങനെ ഇതിന് ചുറ്റിലും ഇരിക്കുന്ന വിശ്രമിക്കുന്ന ആളുകൾ. നമ്മളൊരു ഏർവാടിയൊക്കെ പോകുന്നാലും അതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട് തോന്നുന്നത്. വലിയ ഒരു വിദ്യാർത്ഥി കേന്ദ്രം തന്നെയാണ്. എടുത്തെത്തിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആടുന്ന് ഇങ്ങോട്ട് വണ്ടി വരുമ്പോൾ അവസ്ഥ നേരത്തെ അത് ഇരുന്നൂട്ടിയില്ലേ? അതൊന്ന് അങ്ങോട്ടും പോയാൽ മതി. കുറച്ച് എടുക്കല്ലേ, പോയിക്കോട്ടെ. കയ്യൊന്നും മാറ്റുമോ?